പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹത്തെയും ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് ശരത് എന്നാണ്. ഞാൻ കുമ്പളങ്ങിയിൽ നിന്നാണ് വരുന്നത്. ജീവിതത്തിൽ പല സമയത്തും കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത് പലപ്പോഴും ശരിയല്ലാത്ത വാർത്തകളായിരുന്നുവെന്ന് ജീവിതം കൊണ്ട് അനുഭവപ്പെട്ട ഒരാളാണ് ഞാൻ. 2022 ജൂലൈ മാസം 27-ാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടിക്കായി എത്തുന്നത്. അതിനു മുൻപ് 3 തവണ ഇവിടെ വന്നിട്ടുണ്ട്. അതിനു മുൻപ് കൃപാസനത്തെക്കുറിച്ച് കേട്ട വാർത്തകളൊക്കെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന വാർത്തകളായിരുന്നു. ആ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം എതിർക്കും. ഈ വാർത്തകളെ സംബന്ധിച്ച് ഒരാൾ കൃപാസനത്തിൽ പോകണമെന്ന് പറയുമ്പോഴും കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എല്ലാം ആദ്യം എതിർത്തിരുന്നു. എൻ്റെ ആൻറ്റിയും ഇതുപോലെ കൃപാസനത്തിൽ എല്ലാ മാസങ്ങളിലും വരുമ്പോൾ ഞാൻ അന്ന് എതിർത്തിരുന്നു. പക്ഷേ അവരൊന്നും വലിയ കാര്യമായി പ്രതികരിച്ചിരുന്നില്ല. എൻ്റെ എതിർപ്പിനെല്ലാം ഒരു ചിരിയോടുകൂടിയാണ് നേരിട്ടത്. ഇപ്പോൾ ഞാനും എനിക്ക് നേരെ വരുന്ന ചോദ്യങ്ങളെല്ലാം ആ ചിരിയോടുകൂടി തന്നെയാണ് നേരിടുന്നത്. കാരണം എനിക്കറിയാം ഇവിടെ എന്ത് നടക്കുന്നു, ഇവിടെ എന്ത് മാറ്റം ഉണ്ടാകുന്നു, നമ്മൾക്ക് എന്ത് വ്യത്യാസം വരുന്നുവെന്ന് എനിക്കിന്നിവിടെ അറിയാം. 22-ൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അടുത്ത ഉടമ്പടിക്ക് മുൻപ് 90 ദിവസത്തിന് മുൻപ് ഒരു 3 തലമുറകളായി എൻ്റെ വീടുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന പ്രശ്നങ്ങൾ, സ്ഥലത്തിന് കൃത്യമായ രേഖകളില്ല, അത് അവകാശികളുമായി ബന്ധപ്പെട്ട തർക്കം, ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നത് ആദ്യത്തെ 90 ദിവസത്തിനുള്ളിൽ ഈശോ പരിഹരിച്ചു തന്നു പരിശുദ്ധ അമ്മയിലൂടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. കാരണം അതുവരെ അവകാശികൾ തമ്മിൽ വലിയ തർക്കങ്ങൾ, വലിയ പ്രശ്നങ്ങൾ, ഒരിക്കലും യോജിക്കില്ല എന്ന രീതിയിൽ പറയുന്നു, നമ്മുടെ പേരിൽ ഒരു കടലാസ് പോലും ഇല്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി അവസാനം ഈ ഉടമ്പടിക്ക് ശേഷം ഉടമ്പടിയുടെ 2ാമത്തെ നിയോഗമായിട്ടാണ് ഞാനത് വെച്ചത്. ആ നിയോഗത്തിന് ആ സമയം മുതൽ ഞാനത് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു. ആ പ്രാർത്ഥന ഈശോ കേൾക്കും. നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും കണ്ണുനീരുകൾ ഈ മണ്ണിൽ വീഴുമ്പോൾ അതെല്ലാം അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനും അങ്ങനെ പ്രാർത്ഥിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ പിന്നീടൊരവസരത്തിൽ അടുത്തൊരു കോംപ്രമൈസിന് വേണ്ടി ശ്രമിക്കണം എന്ന് തോന്നി. അതിൻ്റെ ശ്രമഫലമായി വളരെ പെട്ടെന്ന് എല്ലാവരും കോംപ്രമൈസിന് തയ്യാറായി. അതുവരെ അടുത്തിരുന്നില്ല, നേരെ നോക്കിയിരുന്നില്ല, സംസാരിച്ചിരുന്നില്ല, ഇങ്ങനെയുള്ള ആളുകളെല്ലാം വളരെ പെട്ടെന്ന് കോംപ്രമൈസിലേക്ക് എത്തുകയും പ്രശ്നങ്ങളെല്ലാം അവസാനം കോടതി മീഡിയേഷനിലൂടെ എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്തു. ഇത് ആ സമയത്ത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷം പറയാനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവസാനിക്കുകയും സ്ഥലം എല്ലാവരുടെയും പേരിലാകുകയും പ്രശ്നങ്ങൾ അവസാനിക്കുകയും ചെയ്തത്. ഒരു പഴയ വീട്ടിൽ താമസിച്ചിരുന്നുകൊണ്ട് ആ വീടിങ്ങനെ ഒരു പുഴയുടെ തീരത്താണ്. ആ വീടിങ്ങനെ ചരിഞ്ഞ് പോകുന്നത് നമ്മളിങ്ങനെ പേടിയോടുകൂടിയാണ് ഓരോ ദിവസം കാണുന്നത്. മഴ പെയ്യുമ്പോൾ അകത്ത് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു, ചുറ്റുപാടും പുഴയിൽ നിന്ന് വെള്ളം കയറുന്നു. അപ്പോൾ ഒരു വീട് സുരക്ഷിതമല്ലാത്തൊരു താമസ സ്ഥലം അത് ഇല്ലാത്തവരെ സംബന്ധിച്ച് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങനെ വീട്ടിൽ താമസിച്ച ഒരാൾക്ക് സ്വന്തമായി പേരിൽ ഒരു സ്ഥലം കിട്ടുക, ആ സ്ഥലത്തിലേക്ക് ഒരു വീട് പണിയാനുള്ള ആഗ്രഹം അവിടെ മുതൽ ഉണ്ടാകുക എന്നുള്ള ഒരു കാര്യമാണുള്ളത്. പരിശുദ്ധ അമ്മ വലിയ അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിന് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. തർക്കങ്ങളിലുള്ള എല്ലാവർക്കും വലിയ അനുഗ്രഹങ്ങളായത് മാറുകയാണ്. ഒരുപക്ഷെ ഉടമ്പടി എടുത്തത് ഞാനായിരിക്കും, പക്ഷേ അതിലൂടെ അനുഗ്രഹങ്ങൾ ഒരുപാട് പേർക്ക് ലഭിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉടമ്പടി നമ്മൾ ഒരാളെ മാത്രമല്ല, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഒരുപാട് മാറ്റിമറിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട അനുഭവം, ഏകദേശം ഒരു 8 വർഷത്തോളമായി ഞാൻ എൻ്റെ പഠനം MA നെറ്റ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് പലപ്പോഴും പല താൽക്കാലികമായ ജോലികൾ ലഭിച്ചിരുന്നു. ഏറ്റവും വലിയ ആഗ്രഹം ഒരു കോളേജ് അധ്യാപകനാകുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. 2016 മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും ഞാൻ കൊന്തയിൽ പ്രാർത്ഥിക്കും, ബൈക്ക് ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കും, ബസ്സിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കും, എല്ലാം ഞാൻ പ്രാർത്ഥിക്കും. പക്ഷേ എൻ്റെ ഇവിടെ 1ാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് മാതാവ് എനിക്ക് ഒരു കോളേജ് അധ്യാപകനായിട്ട് ജോലി തരണമെന്നാണ്. അതിൻ്റെ 1-2 ഘട്ടങ്ങൾ പിന്നിട്ടു. ആദ്യത്തെ 27-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. 29-ാം തീയതി PSCയുടെ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് വരെ. അതിനകത്ത് ഞാൻ 31-ാമനായി തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അവിടെയും അതൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. പക്ഷേ അതിനുശേഷം എനിക്ക് മറ്റൊരു ജോലി കിട്ടി. ഒരു കോളേജിൽ ഞാൻ LD ക്ലർക്കായിട്ട് ജോയിൻ ചെയ്തു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമെല്ലാം ആ കോളേജിലെ എല്ലാ സ്റ്റാഫിനും ഞാൻ നൽകാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. പത്രം വിതരണം ചെയ്യുക, എൻ്റെ ജീവിതത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുക. എത്ര പെട്ടെന്നാണ് മാതാവ് നമ്മുടെ ജീവിതത്തിൽ ടൈം ഷോർട്ടനിങ് എങ്ങനെ സംഭവിക്കുകയാണ്, നമ്മുടെ മെറിറ്റ് കൊണ്ടല്ലാതെ എങ്ങനെയാണ് ദൈവം നമ്മുടെ ഇടയിൽ ഇടപെടുന്നത് എന്നൊക്കെ എനിക്ക് ഒരുപാട് പേരോട് പറയാൻ പറ്റിയ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ LD ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലും എൻ്റെ ആഗ്രഹം ഒരു കോളേജ് അധ്യാപകനാകുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതെങ്ങനെ സാധിക്കും? നമുക്കറിയാം, നമ്മുടെ സാഹചര്യങ്ങളിൽ ഒരു അധ്യാപകനാകാൻ ആ ഒരു തസ്തികയിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോണ്ടാകുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഈശോ മാതാവിലൂടെ നൽകിയ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട്
ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 5-ാം തീയതി എനിക്ക് എറണാകുളത്തുള്ളൊരു കോളേജിൽ പെർമനൻ്റായി അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിൽ ജോലി കിട്ടി. ഈശോ നൽകിയ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പോവുകയാണ്. ബൈബിൾ വായിക്കുക എന്നുള്ളത് ആദ്യഘട്ടങ്ങളിൽ, ഉടമ്പടിയുടെ ആദ്യഘട്ടത്തിൽ വിട്ടുപോയിരുന്നു. അതിങ്ങനെ മുറിഞ്ഞു പോയിരുന്നു പലപ്പോഴും. പക്ഷേ ബൈബിൾ വായിക്കാൻ എൻ്റെ ഒരു അധ്യാപിക എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യമായിരുന്നു, നിങ്ങൾ ബൈബിൾ വായിക്കുക എന്നുള്ളത്. ബൈബിൾ വായിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം വലിയ മാറ്റങ്ങളാണ് ഈ ബൈബിളിലൂടെ നമുക്ക് കിട്ടുന്നത്. ബൈബിൾ വായിക്കുന്നതിലൂടെ നമ്മളെ തന്നെ മനസ്സിലാക്കുകയാണ്. ഈശോയെ കൂടുതൽ അടുത്ത് അറിയുന്ന ഒരവസ്ഥയുണ്ട്. പ്രാർത്ഥനാപൂർവമായൊരു ജീവിതം, ഒപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ടുള്ള മനസ്സിലെ ഒരു തീരുമാനം. എപ്പോഴും പലപ്പോഴും സംഭവിക്കുക നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട്, അതാണല്ലോ ഉടമ്പടിയുടെ ഒരു അന്തസത്ത. മറ്റുള്ളവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി ജീവിക്കാനുള്ളൊരു മനസ്സുണ്ടാകുന്ന സമയം മുതൽ വലിയ അത്ഭുതങ്ങളും മാറ്റങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ആശുപത്രികളിൽ രോഗികളെ സഹായിക്കാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, വഴിയരികിൽ പൊതിച്ചോറ് വിതരണം ചെയ്യാൻ, ഒപ്പം അടുത്തുള്ള രോഗികളെ സന്ദർശിക്കാൻ, ഹോസ്പിറ്റലിലെത്താൻ, അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും പോയി അവർക്ക് ഭക്ഷണം കൊടുക്കാനും എല്ലാം എൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും അത് ശ്രമിക്കും. ഉടമ്പടി ഒരു ജീവിതചര്യ പോലെയാണ്. കാരണം കഴിഞ്ഞുപോയ കാലങ്ങളിലെ പല കുറവുകളെയും ഉടമ്പടിയിലൂടെ നികത്താൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും ഈശോ എനിക്ക് വലിയ അനുഗ്രഹങ്ങൾ തരും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈശോ വലിയ അനുഗ്രഹങ്ങൾ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എൻ്റെ നേർക്ക്, ഇപ്പം ഞാനൊരു ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ നിൽക്കുന്ന ഒരാളാണ്. കാരണം ഒരു കോളേജ് അധ്യാപകൻ എന്ന രീതിയിൽ, ഒരു PhD വിദ്യാർത്ഥി എന്ന രീതിയിലെല്ലാം ഞാൻ കാണുന്ന ആളുകളെല്ലാം ഉയർന്ന ബിരുദങ്ങളുള്ളവരും വലിയ അറിവുള്ളവരുമാണ്. അവരൊക്കെ ആദ്യം ചെയ്യുന്നത് ഇതുപോലുള്ള പ്രാർത്ഥനയെയും വിശ്വാസത്തെയും എതിർക്കുക എന്നുള്ളതാണ്. പക്ഷേ എനിക്കൊരിക്കലും ഞാൻ അവരോട് ഇങ്ങനെ എതിർത്ത് സംസാരിക്കാറില്ല. എതിർത്ത് സംസാരിക്കുന്നതോറും അവർ കൂടുതൽ നമ്മളെ എതിർക്കാനുള്ളൊരു ശ്രമം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ജീവിതം കൊണ്ട് നമുക്കവരെ നിരന്തരമായി തിരുത്താൻ, അവർക്ക് മാറ്റങ്ങൾ വരുത്താൻ, നമ്മളിലൂടെ അവർ വിശ്വാസത്തിലേക്ക് വരും. കാരണം എന്നിലൂടെ, എൻ്റെ വാക്കുകളിലൂടെ, എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിലൂടെ ഒരുപാട് പേർ കൃപാസനത്തിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതെൻ്റെ ബന്ധുക്കളായിരിക്കും, എൻ്റെ സുഹൃത്തുക്കളായിരിക്കും, എൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കും, എന്നെ കേട്ടിട്ടുള്ളവരായിരിക്കും, എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടിട്ടുള്ളവരായിരിക്കും, എൻ്റെ വാട്സപ്പ് മെസ്സേജുകൾ കണ്ടിട്ടുള്ളവരായിരിക്കും. ഇങ്ങനെ ധാരാളം പേര് എന്നിലൂടെ കൃപാസനത്തിലെത്തിയിട്ടുണ്ട്. അതൊരു അഹങ്കാരമോ അല്ലെങ്കിൽ വലിയ കാര്യമായിട്ടോ ഞാൻ പറയുകയല്ല, മറിച്ച് ഒരു സുവിശേഷ സാക്ഷിയാകാനോ സുവിശേഷത്തിന് ഒരു മുഖമാകാനോ ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഉടമ്പടി നൽകുന്ന വലിയൊരു അനുഗ്രഹം. ഉടമ്പടി ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. മാതാവ് നമ്മുടെ കയ്യിൽ പിടിക്കുകയാണ്. നമ്മൾ മാതാവിൻ്റെ കയ്യിൽ പിടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ മാതാവ് നമ്മുടെ കയ്യിൽ പിടിക്കും. ആ കയ്യിലെ പിടുത്തം ഒരിക്കലും വിട്ടുപോകില്ല. ആ ഉടമ്പടി, ആ ഒരു മാതാവിൻ്റെ സ്പർശം, ഈശോയോടുള്ള അടുപ്പിച്ച് നിർത്തൽ എല്ലാ കാലത്തും എല്ലായ്പ്പോഴും നമുക്കുണ്ടാകും. ആ ഉടമ്പടിയുടെ ഒരു മഹത്വത്തിലും സ്നേഹത്തിലും ചൈതന്യത്തിലും നിന്നുകൊണ്ട് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തിനും അമ്മ മാതാവിനും നന്ദി പറയുന്നു.